ആ കേസ് ഇന്ന് വേളാങ്കണ്ണി പോവാണ്. ഇപ്പൊ സമയം എത്ര ചോദിച്ചാൽ 1 മണിയായിട്ടുണ്ട്. ഇപ്പൊ എറണാകുളം വേളാങ്കണ്ണി ട്രെയിനിലാണ്. ഇപ്പൊ ഈ എറണാകുളത്ത് നിന്ന് തന്നെ 3 ട്രെയിനാണ് വേളാങ്കണ്ണിക്ക് പോകുന്നത്. അതിൽ ഒരു ട്രെയിൻ ഡെയിലി ഉണ്ട്. ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് ശനിയാഴ്ച 1 മണിക്ക് എടുക്കുന്ന ട്രെയിനാണ്. ഇത് മറ്റന്നാൾ ഞായറാഴ്ച വേളാങ്കണ്ണിയിലെത്തും. അപ്പൊ എല്ലാവർക്കും ഇന്ത്യൻ ഡ്രൈവർ എന്ന മഹാട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പോ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തു മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക. എവിടെ എത്തിയെന്ന് വെച്ചാൽ വണ്ടി അങ്ങനെ ഇപ്പം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് കോട്ടയം വഴി പോകുന്നത്. ഇത് കോട്ടയം ചെന്നിട്ട് ചങ്ങനാശ്ശേരി, പിന്നെ അവിടുന്ന് നേരെ മാവേലിക്കര, പിന്നെ കൊല്ലത്ത് നേരെ കൊട്ടാരക്കര നേരെ പുനലൂർ ചെങ്കോട്ട വഴി അതിലങ്ങനെ പോയിട്ട് വേളാങ്കണ്ണി, തമിഴ്നാട്ടിൽ കിടന്നിട്ട് പിന്നെ വേളാങ്കണ്ണി പോകുന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് മലയും അത് നമ്മുടെ ഈ പശ്ചിമഘട്ടം മുറിച്ച് കിടക്കുന്ന റൂട്ടാണ്. അത് കൊല്ലത്തുനിന്ന് തിരിഞ്ഞു പോകുന്ന, കൊല്ലം ജംഗ്ഷനിൽ തിരിഞ്ഞു പോകുന്ന പുനലൂർ വഴി ഉണ്ടല്ലോ, അതൊരു നല്ലൊരു കാഴ്ചയുള്ള റൂട്ടാണ്. വണ്ടി അങ്ങനെ കോട്ടയം എത്തി. പക്ഷെ ഇവിടെ ഇന്നിപ്പോ എനിക്ക് സംഭവിച്ചത് എന്താ ചോദിച്ചാൽ വേറൊന്നുമല്ല, RIC എടുത്തുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്ന ഇതായിപ്പോയി. വണ്ടി കോട്ടയം കറക്റ്റ് 2 മണിയായപ്പോ വണ്ടി കോട്ടയം എത്തി. ഈ എറണാകുളത്ത് ജംഗ്ഷനിൽ നിന്ന് തന്നെ വേളാങ്കണ്ണിക്ക് ടോട്ടൽ 3 വണ്ടിയാണ് ഉള്ളത്. ഒന്ന് എറണാകുളം ജംഗ്ഷൻ ടു വേളാങ്കണ്ണി എല്ലാ തിങ്കളും ശനിയും പോകുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 16361 എന്ന് പറഞ്ഞ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 1 മണിക്ക് എടുത്തിട്ട് പിറ്റേ ദിവസം 5 മണിക്ക് എത്തുന്ന വണ്ടിയാണ്. പിന്നെ അടുത്തത് എന്താ ചോദിച്ചാൽ ബുധനാഴ്ച രാത്രി 11:45 എടുത്തിട്ട് വേളാങ്കണ്ണിയിൽ പിറ്റേ ദിവസം 5:30 എത്തുന്നുണ്ട്. പിന്നെ ഡെയിലി എറണാകുളം ജംഗ്ഷൻ ടു നാഗപട്ടണം വരെയുള്ള വേറൊരു വണ്ടിയുണ്ട്. വണ്ടി എന്തായാലും കോട്ടയത്ത് നിന്ന് എടുത്തു. ഇപ്പം വണ്ടി ഇപ്പൊ കോട്ടയത്ത് നിന്നൊക്കെ എടുത്ത് കുറെ മുന്നോട്ട് പോയി. ഇപ്പൊ സത്യം പറയാം, എനിക്ക് പറ്റിയ എന്താ വെച്ചാൽ പറഞ്ഞല്ലോ, RIC എടുത്തുകൊണ്ട് തന്നെ എന്താ വെച്ചാല് ഈ സീറ്റ് 2 പേർക്കും കൂടെ ഒരുമിച്ച് എടുക്കണ്ടായി പോയി. ഇനിയിപ്പൊ അടുത്തത് പറഞ്ഞാല് ചങ്ങനാശ്ശേരി കഴിഞ്ഞ പിന്നെ മാവേലിക്കര, പിന്നെ കൊല്ലത്തെത്തി കഴിഞ്ഞാൽ മറ്റേ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലോക്കോമോട്ടീവ് മാറും. ഇപ്പൊ നമ്മൾ ഏറ്റവും ബേക്കിലാണ് നിൽക്കുന്നത്. കൊല്ലത്തെത്തുന്നതിന് ഏറ്റവും ഫ്രണ്ടിലാവും. കാര്യം നമ്മൾ ഏറ്റവും ബേക്കിലായതുകൊണ്ട് തന്നെ ലോക്കോമോട്ടീവ് മാറുമ്പോൾ കൊല്ലത്തെത്തുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വരും. വണ്ടി ഇപ്പൊ ഏതാണ്ട് ചങ്ങനാശ്ശേരി എത്താറായി. വണ്ടി ഇപ്പം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇതിപ്പോ തന്നെ ഇവിടുന്ന് ഒരു 2 മിനിറ്റ് ഇവിടുന്ന് എടുത്ത് പോകും. വണ്ടി ഇപ്പൊ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് തിരുവല്ല കഴിഞ്ഞ പിന്നെ ചെങ്ങന്നൂര്. വണ്ടി ഇപ്പൊ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. തിരുവല്ല കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചെങ്ങന്നൂരാണ്. ഇതിപ്പോ ഇവിടുന്ന് തന്നെ ഒരു 2-3 മിനിറ്റുള്ളിൽ ഇവിടുന്ന് എടുത്ത് വണ്ടി പോകും. വണ്ടി ഇപ്പൊ തിരുവല്ലയിൽ നിന്ന് എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് ചെങ്ങന്നൂരാണ് വരുന്നത്. തിരുവല്ലയിൽ ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. തിരുവല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഈ തിരുവല്ല ആണെങ്കിലും ചങ്ങനാശ്ശേരി ആണെങ്കിലും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇനി അടുത്തത് ചെങ്ങന്നൂര്. ഇപ്പൊ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. നല്ല വെയിലാട്ടോ ചെങ്ങന്നൂരൊക്കെ. സാധാരണ ഇപ്പൊ ഈ ജൂലൈ മാസത്തൊക്കെ നല്ല മഴയുണ്ടല്ലേ, പക്ഷെ നല്ല വെയിലായി ഈ ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ. ഇപ്പൊ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഈ ചെങ്ങന്നൂർ കഴിഞ്ഞാൽ പിന്നെ മാവേലിക്കര, കായംകുളം ജംഗ്ഷൻ, കരുനാഗപ്പള്ളി കഴിഞ്ഞ് ശാസ്താംകോട്ട, പിന്നെ കൊല്ലം ജംഗ്ഷൻ. വണ്ടി ഇപ്പം ചെങ്ങന്നൂരിൽ നിന്ന് എടുത്തു. ഇനി അടുത്ത് മാവേലിക്കരയാണ്. മാവേലിക്കര കഴിഞ്ഞാൽ പിന്നെ കായംകുളം ജംഗ്ഷൻ. കായംകുളം ജംഗ്ഷൻ എത്തുമ്പോൾ ഈ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ആ റൂട്ടും കോട്ടയം റൂട്ടോടെ ഒന്നിക്കും. അത് പിന്നെ കൊല്ലത്ത് പോയിട്ടാണ് പിന്നെ നമുക്ക് എൻജിൻ മാറുന്നത്. വണ്ടി ഇപ്പം മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ എത്തി. മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കായംകുളം ജംഗ്ഷനാണ്.
പിന്നെ ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തു നിന്നാണ് ഇതിന്റെ എഞ്ചിൻ, അതായത് എഞ്ചിൻ തമ്മിൽ മാറുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ബേക്കിലാണ്, കൊല്ലത്ത് പോകുന്ന ഫ്രണ്ടിലാകും. ഇപ്പൊ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എടുത്തു. ഒരു 2 മിനിറ്റ് സെക്കൻഡേ ഉള്ളൂ വണ്ടിയുടെ. ഇപ്പൊ ട്രെയിൻ എവിടെ എത്തിച്ച് കായംകുളം ജംഗ്ഷൻ എത്തി. മറ്റേ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ആ ഇതോടെ കൂടി ഇപ്പൊ കായംകുളം ജംഗ്ഷനിലേക്ക് കായംകുളം ജംഗ്ഷൻ. ഇവിടെ ഏകദേശം 2-3 മിനിറ്റേ ഉള്ളൂ. ഇപ്പൊ തന്നെ വണ്ടി എടുക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ കരുനാഗപ്പള്ളി, അത് കഴിഞ്ഞാൽ പിന്നെ ശാസ്താംകോട്ട, പിന്നെ കൊല്ലം ജംഗ്ഷൻ. അങ്ങനെ കൊല്ലം ജംഗ്ഷൻ എത്തി. കൊല്ലം വലിയ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് ഇലക്ട്രിക് ലൈൻ ഇല്ല, ഇനി ഡീസലാ ഉള്ളത്. ഇനി പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മലയുടെ ഇടയിൽ കൂടെ പോകുന്ന വഴി അറിയാലോ, മറ്റേ പുനലൂര് എന്നിട്ട് പോകുന്നത്, പുനലൂര് തെങ്കാശ്ശേരി പോകുന്നത്. അപ്പം അതവിടെ ഇലക്ട്രിക് ഇല്ലാത്തതുകൊണ്ട് ഇനി ഡീസൽ എഞ്ചിൻ ആക്കും ഇവിടുന്ന്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ലോക്കോമോട്ടീവ് ഡീസലാന്നാ, പക്ഷെ ഡീസലല്ല, ഇലക്ട്രിക് തന്നെ ആക്കുന്നത് ഇവിടുന്ന്. ഇലക്ട്രിക് ഡീസലാണ് ഇവിടുന്ന് ആക്കുന്നത്. ഇനി അങ്ങോട്ട് ഫുള്ള് മലയുടെ അടിയിൽ കൂടിയൊക്കെയാണ് പോകുന്നത്, തുരങ്കത്തിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. കൊല്ലത്തുനിന്ന് പിന്നെ ഇവിടെ എന്താ നമ്മുടെ കൊല്ലം കഴിഞ്ഞ് കൊട്ടാരക്കര നേരെ തെങ്കാശി എത്തുന്നോളം വരെ തുരങ്കത്തിന് അടിയിൽ കൂടിയൊക്കെ പോകുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ ഭയങ്കര തിരക്കാട്ടോ. ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, ഭയങ്കര തിരക്കാണ് അതിനും. അല്ലെങ്കിൽ ഈ പണി മറ്റേ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക, അതാണോ എന്ന് അറിയത്തില്ല. വണ്ടി ഇപ്പൊ കൊല്ലത്തുനിന്ന് എടുത്തു. ഇനിയിപ്പൊ അടുത്ത ആഴ്ച നമ്മൾ കൊട്ടാരക്കര ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ എന്തായാലും ഇലക്ട്രിക് തന്നെയാണ്. ഇപ്പൊ കൊല്ലത്തുനിന്ന് എടുത്ത് വണ്ടി ഇപ്പൊ ജസ്റ്റ് എടുത്ത് കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കൊല്ലത്ത് പിന്നെ വേറെ പ്രത്യേകത എന്തോ, കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷന് പ്ലാറ്റ്ഫോമിന് നല്ല വലുപ്പമുണ്ട്. വലിയ റെയിൽവേ സ്റ്റേഷനാണ് തോന്നുന്നത്. അതായത് പ്ലാറ്റ്ഫോം അടിസ്ഥാനത്തിൽ നോക്കുവാണല്ലോ നല്ല നീട്ടമുണ്ട് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇനി പോകുന്നത് എന്തായാലും നല്ല അടിപൊളി റൂട്ടാണ്. ഇനിയിപ്പോ പോകുന്ന ഒരു നമ്മുടെ പശ്ചിമഘട്ടം മുറിച്ചു കിടക്കുന്ന റൂട്ടാണ് കൂടെ പോകുന്നത്. വണ്ടി ഇപ്പം കൊല്ലത്തുനിന്ന് എടുത്ത് കൊട്ടാരക്കര കഴിഞ്ഞ് പുനലൂർക്ക് പൊക്കോണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോ ഏതോ റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ പോകുന്നതുണ്ട്, അത് കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോകുന്നതുണ്ട്. ഇങ്ങോട്ട് ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ പുനലൂർ എത്താറായപ്പോ തന്നെ നല്ല തണുപ്പുമായിട്ടോ. ഇപ്പം നല്ല കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാല്. ഏതോ കാടിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന മാതിരി തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ എന്താ പറയാ, ഒരു മലയോര മേഖല കൂടെ ട്രെയിൻ ഓടിച്ചങ്ങായിരിക്കും. അതേപോലെ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോ തന്നെ. ഒരു മലയോര ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ മലയോര ട്രെയിൻ റൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഈ പുനലൂർ ഭാഗത്തേക്ക് വരുമ്പോ വണ്ടി ഇപ്പം ആവണീശ്വരം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. വണ്ടി ഇപ്പം ആവണേശ്വരം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനായത്. മധുരന്ന് പുനലൂർക്ക് പോകുന്ന ട്രെയിനാട്ടോ. ഈ മധുര പുനലൂർ ട്രെയിൻ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. സാധാരണ മധുര കൊല്ലം അയക്കണത്, ഇത് മധുര പുനലൂർ ട്രെയിനാണ്. ഇത് സിംഗിൾ ലൈൻ ആയതുകൊണ്ടേ മറ്റേ ഇത് പോകാൻ വേണ്ടി നമ്മുടെ ട്രെയിൻ കാത്തി കിടക്കുമായിരുന്നു. സിംഗിൾ ലൈൻ ആണ്, ഡബിൾ ലൈൻ അല്ല. എന്തായാലും ഇലക്ട്രിക്കാ. വണ്ടി ഇപ്പൊ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഈ കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി എടുത്തപ്പോഴേ നല്ല അത്യാവശ്യം തണുപ്പുണ്ട് ഇങ്ങോട്ട്. പുനലൂർ റെയിൽവേ സ്റ്റേഷനെ കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ്, കണ്ടില്ല, ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. 2 ഡീസൽ ലോക്കോമോട്ടീവ് കിടപ്പുണ്ട്. 2 പഴയ ഡീസൽ ലോക്കോമോട്ടീവാ. ഒരു ഡീസൽ ലോക്കോമോട്ടീവും ഒരു ഇലക്ട്രിക് കിടക്കുന്നത്. 2ഉം പഴയതാണെന്ന് തോന്നുന്നു. അല്ല, 2ഉം ഇനിയിപ്പം ഡീസൽ ലോക്കോമോട്ടീവ് ആണോ? അല്ല, ഒന്ന് ഇലക്ട്രിക് ആണ്, മറ്റേ ബേഗിൽ കിടക്കുന്നത് ഡീസൽ പഴയ ലോക്കോമോട്ടീവാണ്.
ഈ വന്ന് കിടക്കുന്നത് മധുരയിൽ നിന്ന് ഗുരുവായൂർ വന്ന വണ്ടിയാണ്. എറണാകുളം ടൗൺ വഴി, അതായത് മധുരയിൽ നിന്ന് പുനലൂർ വന്നിട്ട് കൊല്ലത്ത് വന്നിട്ട് കോട്ടയം വഴി എറണാകുളം ടൗണ് തൃശ്ശൂർ ഗുരുവായൂർ പോകുന്ന വണ്ടിയത്. അപ്പം നമ്മുടെ വണ്ടി എന്തായാലും ഇവിടുന്ന് എടുത്തു, പുനലൂരിൽ നിന്ന് എടുത്തു. ഇനിയിപ്പം നേരെ തെങ്കാശിക്ക് പോവാണ്. വണ്ടി എന്തായാലും പുനലൂരിൽ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ അടുത്തത് എവിടെയാ വെച്ചാല് തെന്മലയാണ്. തെന്മല, അത് കഴിഞ്ഞാൽ പിന്നെ ചെങ്കോട്ടെ, അത് കഴിഞ്ഞപ്പോ തെങ്കാശി. ഇപ്പൊ ശരിക്കും പറഞ്ഞ പോലീസുകാർ എന്നിട്ട് പറഞ്ഞു വീഡിയോ എടുക്കരുന്ന പോലെ ട്രെയിനകത്ത് വന്നിട്ട് പറയാണ് നമ്മൾ വീഡിയോ എടുക്കണേല് 2000 രൂപ അവർക്ക് ഫൈനായിട്ട് കൊടുക്കുന്ന പോലും. ഇതുമാതിരി കൈക്കൂലിക്കാരാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇന്ത്യൻ റെയിൽവേയുടെ ഉള്ളിൽ കൂടെ നടക്കുന്ന പോലീസുകാർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവർക്ക് 2000 രൂപ ഫൈനായിട്ട് കൊടുക്കുന്ന പോലും. അതിന് രസീത് ഉണ്ടോ ഇല്ല, 2000 രൂപ വാങ്ങിയിട്ട് ഫുൾ അടിക്കാനാണോ കള്ളു കുടിക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ പറയുന്നത് നമുക്ക് അറിയത്തില്ല. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ നമ്മുടെ പുനലൂരിന്ന് തെങ്കാശിക്ക് പോകുന്ന വഴി ഇത് ശരിക്കും പറയും മല വളഞ്ഞു ചുറ്റിയാ പോകുന്നത്. ഈ മലയുടെ വളഞ്ഞു ചുറ്റി അപ്പർ സൈഡ് എത്തണം. ഇപ്പം വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആകൃതിയിൽ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തണം. ഇപ്പൊ ഒരു ടണലുണ്ടെന്ന് തോന്നുന്നത്. അത് തന്നെ, ഒരു ടണലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇപ്പം. ഇനി ടണൽ കഴിയണം. ടണൽ കഴിഞ്ഞ് ഇനി അപ്പർ സൈഡിലേക്ക് പൊക്കോണ്ടിരിക്കുക. അതാണ് കറക്റ്റ് ആകൃതിയിലാണ് പോകുന്നത്. അതായത് നമ്മൾ കയറ്റം കുറച്ചിട്ട്, ശരിക്കും മലയാണല്ലോ. ഈ മല എന്താ ചോദിച്ചാല് ഈ എന്താ ഇങ്ങനെ വട്ടം ചുറ്റും നമ്മള് വയനാട് ചുരം കയറൂലേ, താമരശ്ശേരി ചുരം കയറുന്ന മാതിരി ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് അപ്പുറ സൈഡ് എത്താറായി. അത് ഫുള്ള് ആകൃതിയിലാണ് പോകുന്നത്. അപ്പുറത്ത് വലിയ കൊക്കയും കാണാം. അപ്പുറ സൈഡ് മുഴുവൻ കൊക്കയാണ്. ഇത് ഫുള്ള് ആകൃതിയിൽ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. താഴെ കണ്ട് നല്ല കൊക്കയാണ്. ഇതിപ്പം കറക്റ്റ് വളഞ്ഞ സൈഡെത്തി. താഴെ നല്ല കൊക്കയാ വരുന്നത്. എല്ലാരും ഈ ട്രെയിനകത്ത് എല്ലാരും ശരിക്കും പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാരും തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്തോണ്ട്. അടുത്ത ടണലിന്റെ ഉള്ളിലേക്കാ പോകുന്നതെന്ന് തോന്നുന്നു. താഴെ എന്തായാലും അഗാധമായ കൊക്കയില്. ഇത് കാട്ടു മൃഗങ്ങളൊന്നും ഇല്ല. ഇത് നല്ല അടിപൊളി കൊക്കയല്ലേ. നല്ല വ്യൂ സൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലായിടത്തും. നമ്മളത് സിനിമയിലൊക്കെ കാണുന്ന കൂട്ട് മറ്റേ സെറ്റപ്പ് ആ പാലാണ്. ഇതിപ്പം ഏകദേശം തെങ്കാശി എടുക്കാറായി. ഇത് ശരിക്കും ഈ കാടുകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തെങ്കാശിയിലേക്ക് എത്തും. വണ്ടി ഇപ്പൊ തെന്മല റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് ഇപ്പൊ കേരളത്തിലെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അടുത്തത് തെന്മല കഴിഞ്ഞാല് ചെങ്കോട്ടയാണ്. പിന്നെ ഈ തെന്മല കഴിഞ്ഞാല് ചെങ്കോട്ടയല്ല, സെങ്കോട്ടയം എന്നാട്ടോ അതിന് പറയുന്ന റെയിൽവേ സ്റ്റേഷന്റെ പേര് സെങ്കോട്ടയം. ഇപ്പൊ എന്തായാലും തെന്മല എത്തി. തെന്മല കഴിഞ്ഞാൽ അടുത്ത് സെങ്കോട്ടയം. ഇപ്പൊ കേരളത്തിലെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. വണ്ടി അങ്ങനെ ഫൈനലി സെങ്കോട്ടയം എത്തി. തമിഴ്നാട്ടിലെത്തി കയറി നമ്മളിപ്പം. എന്തായാലും ഇനിയിപ്പം വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. കഴിച്ചാൽ ഇപ്പൊ എല്ലാവരും തന്നെ കിടക്കാറായി. ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ച് നമുക്ക് പറ്റുവാണെങ്കിൽ ഫുഡിന്റെ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് വേളാങ്കണ്ണി കാണാം. ഈ പറയുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മൾ മല കയറി, ശരിക്കും പറഞ്ഞാൽ മല കയറിയിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുക കയറി ഇറങ്ങി ഫൈനലി അങ്ങനെ വേളാങ്കണ്ണി എത്തി. വേളാങ്കണ്ണിയിൽ ഏകദേശം ഒരു 5:05 ആയപ്പോൾ തന്നെ ട്രെയിൻ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, 1 കിലോമീറ്ററോളം നടക്കാനേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് വേളാങ്കണ്ണി പള്ളിയുടെ ഭാഗമൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കി കാണാം. ഇപ്പം ഇത് നമുക്ക് കറക്റ്റ് ഒരു 5:30 കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു പോകാം. ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ആയതിന് ഫ്രഷൊക്കെ ആയി. ഇതിപ്പം എന്താ വെച്ചാൽ നാഗപട്ടണം എത്തിയപ്പോൾ തന്നെ റേഷെയറിങ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇലക്ട്രിക് എഞ്ചിൻ മാറ്റിയിട്ട് ഡീസൽ എഞ്ചിനിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ അതാണോ എന്ന് അറിയത്തില്ല. അല്ല, ഇവിടെ ഇലക്ട്രിക് ഉണ്ടല്ലോ. ഇലക്ട്രിക് ഉണ്ട് കേട്ടോ, ഡീസൽ എഞ്ചിനല്ല, ഇലക്ട്രിക് ഉണ്ട്. അപ്പം പിന്നെ മറ്റേ നാഗപട്ടണത്തിൽ നിന്ന് എന്താ വെച്ചാൽ ഫ്രണ്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടുന്ന് പിന്നെ കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് ബേക്ക് കൊണ്ട് എഞ്ചിൻ പിന്നെയും ഘടിപ്പിച്ചു.
അങ്ങനെ ഇപ്പം എങ്ങനെയാണ് വേളാങ്കണ്ണി ഇപ്പം എത്തി. ഇനി ഇവിടെ തൊട്ടടുത്ത് തന്നെ പള്ളി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വലിയ കണ്ടമാനം നമ്മൾ ബോംബെക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അത്രയും മാത്രം ഒന്നും ബോഗീസ് ഒന്നുമില്ല. ചെറിയ ട്രെയിനാണ്, എന്നാൽ തീരെ ചെറുതല്ല താനും. പള്ളി കാണുന്ന ആ വെട്ടം കണ്ടോ, അങ്ങ് ദൂരെ ഒരു വെട്ടം കണ്ടില്ലേ, ഈ ഭാഗത്തായിട്ടാണ് പള്ളി വരുന്നത്. நண்பழகு என்ன அழகு உன்னருளழகு என்ன அழகு உன் நண்பழகு என்ன அழகு உன் அருளழகு என்ன அழகு உன் நண்பழகு. ഇപ്പം വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിലെത്തി. തിരിച്ച് പള്ളിയിലെ കഴിഞ്ഞ് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിലെത്തി. ട്രെയിൻ ഒരു 11 മണിക്കുണ്ട്, പക്ഷേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ നടക്കാനുണ്ട്. അതിൽ നല്ല നമുക്ക് ബസ്സിന് പോവാം. ഇനിയിപ്പോൾ പോകേണ്ട അടുത്ത കാഴ്ച നാഗപട്ടണമാണ്. പിന്നെ വേളാങ്കണ്ണി പ്രത്യേകമുണ്ട്. നമ്മുടെ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ബംഗാൾ ഉൾക്കടൽ ഉള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് പോകുന്നില്ല, നമുക്ക് നാഗപട്ടണം പോയിട്ട് ബംഗാൾ ഉൾക്കടലിന് അങ്ങോട്ട് പോകണം. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന എവിടെ വെച്ചാൽ നാഗപട്ടണം പോർട്ടിന്റെ അവിടെയാണ്. നാഗപട്ടണം ഒരു ഇന്റർനാഷണൽ പോർട്ടാട്ടോ. ഇവിടുന്ന് നമുക്ക് ശ്രീലങ്കയ്ക്ക് വണ്ടിയുണ്ട്. ശ്രീലങ്കയ്ക്ക് കപ്പലുണ്ട്. കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബോട്ട് മാതിരി. ആകെ നമുക്ക് വരുന്ന റേറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു 11-12 രൂപയോളം വരുള്ളൂ. അതായത് നമ്മുടെ കൊച്ചിയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു ഫ്ലൈറ്റിന് തന്നെ എനിക്ക് 11-12 രൂപ വരുന്നുണ്ട്. ഇത് അപ്പ് ആൻഡ് ഡൗൺ 12 രൂപ വരുള്ളൂ. ഇവിടുന്ന് നാഗപട്ടണത്തിന് ഈ ഷിപ്പ് എടുത്തിട്ട് നേരെ കൊണ്ട് നിർത്തുന്നത് ആ ശ്രീലങ്കയിലെ ജാഫ്ന എന്ന് പറയുന്ന തുറമുഖത്താണ്. ഗംഗ് കണ്ടോ, അതുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ നാഗപട്ടണം പോർട്ട് വരുന്നത്. ഇവിടുന്നാണ് ഷിപ്പില്ല, മോർണിംഗ് ആണ് ഷിപ്പ് വരുന്നത്. ഇത് നമ്മൾ നേരെ പോകുന്നത്, ഇതിപ്പം ബംഗാൾ സീ ആണ്. ഇത് ഈ മറ്റേ വേളാങ്കണ്ണി പള്ളിയുടെ ഓപ്പോസിറ്റ് ഉള്ള അതേ സീ തന്നെ, ബംഗാൾ സീ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതെന്താ വെച്ചാൽ ഇവിടുന്ന് ഷിപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് ജാഫ്ന ശ്രീലങ്ക ബോർഡറിലാണ്. ഇപ്പം ശ്രീലങ്കയ്ക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടുന്ന് കുറഞ്ഞ ദൂരമേ ഉള്ളൂ, ഒരു 4 മണിക്കൂറേ ഉള്ളൂ ശ്രീലങ്ക ബോട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ. ബോട്ടെന്നും പറയും ഷിപ്പ് എന്നും വേണം. ഇവര് ശരിക്കും പറഞ്ഞാൽ ബോട്ട് എന്ന് പറയാനുള്ളൂ, ഷിപ്പ് എന്ന് പറയാൻ മാത്രം ഒന്നും ഇല്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ധനുഷ്കോടിന്റെ അവിടുന്ന് ആകെ 15 കിലോമീറ്റർ ഉള്ളൂ ശ്രീലങ്കയ്ക്ക്, തൊള്ളി ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് ഏകദേശം ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ ഭാഗം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ തീരത്തിന്റെ സൈഡിൽ കൂടിയാണ് ഈ ഷിപ്പ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് വേളാങ്കണ്ണി കഴിഞ്ഞ് ധനുഷ്കോടി എത്തേണ്ട അതിന് കുറേ മുമ്പായിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് നേരെ ശ്രീലങ്ക പോർട്ടിന് അടുത്ത ജാഫ്നയിലേക്ക് തിരിയാണ്. ഇവിടുന്ന് അപ്പ് ആൻഡ് ഡൗൺ പോയി വരികയാണെങ്കിൽ നമുക്ക് വമ്പൻ ലാഭം. ഞാൻ നോക്കിയിട്ട് വലിയ റേറ്റ് ഒന്നും വരുന്നില്ലല്ലോ, അതോ ഫ്ലൈറ്റിന്റെ റേറ്റേ വരുന്നേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ വമ്പൻ ലാഭമാണ് നമുക്ക് വരുന്നത്. ഇപ്പതാ നാഗപട്ടണം ലൈറ്റ് ഹൗസിന് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആട്ടത്. എൻ്റെ പോലുള്ളവേ, ഇതാണ് നമ്മുടെ ആ ഒരു ഷിപ്പ് വരുന്നുണ്ടോ, അവിടെ നിന്നാണ് ശ്രീലങ്കയിലേക്കുള്ള വണ്ടിയൊക്കെ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ശ്രീലങ്ക വണ്ടി പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ കാണാം കേട്ടോ. ആ പാലം കണ്ടോ ഫ്രണ്ടിലുള്ള ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഈ കാണുന്ന ഈ ഷിപ്പൊക്കെ അടയ്ക്കുന്നില്ല. ഇവിടെ നിന്നാണ് നമ്മുടെ ശ്രീലങ്ക മറ്റേ ശ്രീലങ്കയ്ക്കുള്ള മറ്റേ ഷിപ്പ് വന്ന് ഇവിടെ നിന്നാണ്. ഒരു ഫുള്ള് വ്യൂ എടുത്ത് കാണാം. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ ട്രെയിന് നാഗപട്ടണത്ത് വന്നു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നാഗപട്ടണത്ത് നേരെ നമ്മൾ
ഈ തിരിച്ചു പോകുന്നത് കോയമ്പത്തൂർ വഴി എറണാകുളമാണ്. ഇനിയിപ്പോൾ രാത്രി ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, എറണാകുളത്ത് വന്നിട്ട് നമുക്ക് കാണാനേ. ഇനി ഡയറക്റ്റ് നമ്മൾ നാഗപട്ടണം നേരെ തിരുച്ചിറപ്പള്ളി നേരെ ഈറോഡ് വഴി കോയമ്പത്തൂർ പാലക്കാട് വഴി എറണാകുളം. ഇനിയിപ്പോൾ രാത്രി ആയിരിക്കും, അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നില്ല. അപ്പം ഇനി എറണാകുളത്ത് ചെയ്യണം. ഫൈനലി നമ്മൾ എറണാകുളം ജംഗ്ഷൻ. ഇപ്പോൾ 7 മണിയായപ്പോൾ എത്തിയുള്ളൂ. ഇനി പോയി ഫ്രഷൊക്കെ ആയിട്ട് അടുത്തൊരു നോക്കണം. എന്തായാലും ഇനി ഞാനിപ്പോൾ ഈ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തതിൽ കാണാൻ.